വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം. ഇതിനായി സ്കൂൾ തലത്തിലും മറ്റും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ജില്ലയിൽ മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിന് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് സമഗ്ര പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുകയാണ്. വിദ്യാർത്ഥികളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് തടയുകയാണ് പരമപ്രധാനം. മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തടയുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി സമഗ്ര പദ്ധതികളാണ് ജില്ലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്, അസംബ്ലി ലെവലിലും വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മന്ത് ഞാനും വിമലാദിത്യ സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ, ഞങ്ങൾ എടുത്ത മീറ്റിംഗിൽ മോഡ്യൂൾ തന്നെ ഇപ്പോൾ വരുന്ന അക്കാഡമിക് ഇയറിൽ, ഇപ്പോൾ എക്സാം ഇതാണ്, വരുന്ന അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ ചെയ്യാം. ഓൾറെഡി അവയർനെസ് ക്ലാസ്സസ് നോക്കിയാൽ ഒരു കൗണ്ട് തന്നു പോലീസ്. അത്ര വർക്കാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും മോർ ദൻ 10,000 ക്ലാസ്സസ് ഈ ജില്ലയിൽ എടുത്തിട്ടുണ്ട്. ജില്ലയിൽ മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിതരണം തടയുന്നതിന് മികച്ച പ്രവർത്തനമാണ് പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ജില്ലയിൽ എക്സൈസും പോലീസും ചേർന്ന് 10,000-ലധികം ബോധവൽക്കരണ ക്ലാസുകൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിശോധനകൾക്കൊപ്പം ബോധവൽക്കരണവും കൊണ്ട് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്നും ലഹരി അകറ്റുവാൻ കഴിയുകയുള്ളൂവെന്നും കുടുംബവും സമൂഹവും ഇതിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ള ലഹരി വേട്ടയൊക്കെ നടക്കാറുണ്ടെങ്കിലും നമുക്കറിയാം എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത അത് എല്ലായിടത്തു നിന്നും ആളുകൾ എത്തിച്ചേരുന്ന, എല്ലായിടത്തു നിന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ രീതിയിൽ എറണാകുളം ജില്ലയിൽ തുടങ്ങി വെക്കുന്ന ഈ വലിയ പദ്ധതി, കാരണം സംസ്ഥാനത്തൊട്ടാകെ അങ്ങനെ ഒരു വലിയ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പോകുന്നത് വലിയൊരു വിപത്തിലേക്കാണ്. അപ്പോൾ എറണാകുളം ജില്ലാ ഭരണകൂടം ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശ്രീജ, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ജില്ലാ കളക്ടർ സൂചിപ്പിച്ചത് വിദ്യാർത്ഥികളിലേക്ക്, അവരിലേക്ക് എത്തുന്ന കണ്ണി മുറിക്കുക എന്നത് തന്നെയാണ്. അതിൽ കൂടുതലായി അവർ തന്നെ ഈ ഒരു വിപത്തിനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മളിലേക്ക് വരുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് തന്നെ, അങ്ങനെ ഒഴിഞ്ഞു മാറുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിരോധമെന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. ബോധവൽക്കരണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യങ്ങൾ തടയിടാൻ നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുന്നതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ലഹരി മാഫിയ തഴച്ചു വളരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നതിനെ തടയിടുക എന്നത് തന്നെയാണ്, അതിലേക്ക് നീളുന്ന കൈകൾ മുറിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനം ബോധവൽക്കരണം എന്നതാണ്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അതിൽ പങ്കാളികളാകുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും ആ നിലയിൽ ഉൾപ്പെടുന്ന മുഴുവൻ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ തലങ്ങളിൽ എല്ലാവരും തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേരിട്ടിറങ്ങാൻ തന്നെയാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിപുലമായ ഒരു ക്യാമ്പയിനിങ്ങിന് അവർ തയ്യാറെടുക്കുന്നു. ജില്ലയിൽ അങ്ങനെ തയ്യാറെടുക്കുന്നു എന്നതാണ് ഒരു കാര്യം. ഒപ്പം അവർ അഭ്യർത്ഥിക്കുന്നത് കുടുംബവും ഒപ്പം തന്നെ ഈ ശ്രമങ്ങൾക്ക് നിന്നുകൊണ്ട് അവരെ ഈ വിപത്തിനെ കുറിച്ച് വീടുകളിലും ചർച്ച ചെയ്യണം, വീടുകളിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്ന്, ആർക്കും ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുകയും അവർ കൃത്യമായൊരു ഓഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം അവരുടെ വിഷയങ്ങളിൽ, കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളിൽ നടപ്പാക്കുകയും എല്ലാം വേണം. എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ കഴിയൂ, ഇതിനെക്കുറിച്ച് ദുരന്തങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ രീതി അനുവർത്തിക്കാനായിട്ടാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. ഒപ്പം ഈ വിശദമായ രീതിയിൽ തന്നെ എല്ലാ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നു. അതിനുവേണ്ടി വ്യാപകമായ രീതിയിലുള്ള ഒരു പരിശോധനകളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗവും അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പും പോലീസും എല്ലാം തന്നെ കൈകോർക്കുന്നുണ്ട്. വിശദമായ രീതിയിലുള്ള പരിശോധനകൾ വരുന്നു. പ്രധാനമായും തന്നെ റൂറൽ ലിമിറ്റ്, ജില്ലയുടെ ഈ സിറ്റിക്ക് പുറത്തുള്ള മേഖലകൾ, അത് കൂടുതലും ഈ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഈ കഞ്ചാവ് കടത്ത് വരുന്നു എന്നതാണ്. അത് കൂടുതലായും തന്നെയും പുറമേ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും എത്തുന്നത്. ഒഡീഷ അടക്കമുള്ള അവിടങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ അതിഥി തൊഴിലാളികൾ യാദൃശികമായി ചില ബാഗേജുകളുമായിട്ട് വരുന്നതല്ല, അത് ബോധപൂർവം തന്നെ എത്തുന്നതാണ്. അവരെ ചിലർ ആദ്യഘട്ടത്തിൽ കടത്തുകാരായി മാത്രമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ കച്ചവടക്കാരായി മാറിയെന്നാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ഒരു കണ്ടെത്തലുള്ളത്. അപ്പോൾ അതിന് കൃത്യമായ പരിശോധനകൾ വേണം. പെരുമ്പാവൂരടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ
വ്യാപകമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഈ പാൻ മസാല അടക്കമുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വ്യാപകമായി എത്തുന്നു എന്ന വിവരത്തിൽ പരിശോധനകൾ തുടരുകയാണ്. ഒപ്പം സിന്തറ്റിക് ഡ്രഗ്സിനെ പ്രതിരോധിക്കുക. ഇപ്പോൾ കൊറിയർ വഴിയെല്ലാം തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ നിന്ന് വന്ന കൊറിയറാണ് കഴിഞ്ഞ ദിവസം ആ പോലീസ് കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട്, എക്സൈസ് കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലായത്. അങ്ങനെ കൊറിയർ ഏജൻസികളെല്ലാം തന്നെ സമീപിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ വ്യാജ വിലാസങ്ങൾ നൽകിക്കൊണ്ട് പിന്നീട് അത് റീഡയറക്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവർ തന്നെ ഒരു ശൃംഖല കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവരെയും ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. പലരും തന്നെ പിടിയിലാകുന്നുണ്ട്. പക്ഷേ പിടിയിലാകാതെയും പുറത്തെത്തുന്ന ആളുകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ, ഈ പോക്കറ്റുകളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. പക്ഷേ വെല്ലുവിളി അവിടെയല്ല ശ്രീജ. കാരണം ഇത് തുടർച്ചയായി വേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം ഇത് എവിടെയെങ്കിലും വെച്ച് ഇത്തരം പരിശോധനകൾ നിന്നു പോവുകയാണെങ്കിൽ വീണ്ടും അതിലേക്ക് തന്നെ കടന്നു വരും. ഒരുപക്ഷെ അങ്ങനെ പരിശോധനകൾ നിൽക്കുകയാണെങ്കിലോ അവസാനിക്കുകയാണെങ്കിലോ ദുർബലപ്പെടുകയാണെങ്കിലോ അത് ഏറ്റവും ആദ്യം അറിയുന്നത് ഈ ചങ്ങലയിൽപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചങ്ങലയുടെ കണ്ണികൾ എന്നേക്കുമായി മുറിച്ച് ഈ ലഹരിയുടെ ശൃംഖല തകർക്കുക എന്നതാണ് വേണ്ടത്. എന്തായാലും എറണാകുളം ജില്ലാ ഭരണകൂടം മുന്നിട്ടിറങ്ങുന്നു. സംസ്ഥാനം മുഴുവൻ അത്തരത്തിലൊരു ശ്രമത്തിലൂടെ നമുക്ക് ഈ ലഹരിയുടെ വല മുറിക്കാനാകണം. നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവതലമുറയൊക്കെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകാൻ അവർക്കുള്ള ഒരു അവസരം ഒരുക്കുകയും വേണം. അതിനുള്ള ആദ്യപടിയാണ് എറണാകുളത്ത് തുടങ്ങുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്.